നീറ്റ് റാങ്ക് വന്നു കഴിഞ്ഞു. കേരള റാങ്കിന്റെ കാര്യത്തിൽ ഒരുപാട് ആശങ്കകൾ നമുക്കുണ്ട്. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ എൻട്രൻസ് പ്രവണത വെച്ച് നോക്കുമ്പോൾ വളരെ ടഫായിരുന്നു. ക്വസ്റ്റ്യൻ പാറ്റേൺ മൊത്തത്തിൽ ഒന്ന് പടലം മാറിയിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് എല്ലാവർക്കും വന്നു. ഭയങ്കര ഡെസ്പറേറ്റ് ആയി. അത് റിസൾട്ടിൽ ഇമ്പാക്ട് ചെയ്യുന്നുമുണ്ട് അല്ലേ? കേരള റാങ്കിന്റെ പോസിബിലിറ്റി എന്തായിരിക്കും, എവിടെ വരാൻ, എങ്ങനെയാണ് സാധ്യത? ഒരുപാട് വിദ്യാർത്ഥികൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനപ്പോൾ ഒന്ന് വെറുതെ ഒരു കഴിഞ്ഞ 5 കൊല്ലത്തെ റാങ്കുകൾ മാത്രം ഒന്ന് കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോൾ രസകരമായ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. 2-3 കാരണങ്ങളുണ്ട്. ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്രെൻഡ് മാറിയതും ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതും തന്നെയാണ് റാങ്കിൽ വ്യത്യാസം വരാൻ സാധ്യമാകുന്ന ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്നത് കൃത്യമാണ്. ഒന്ന്. രണ്ടാമത്, ഓൾ ഇന്ത്യ ലെവലിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം അപ്പിയർ ചെയ്ത ആളുകളുടെ എണ്ണം 1 ലക്ഷം കുറവാണ്. പക്ഷെ ക്വാളിഫൈ ചെയ്ത ആളുകളുടെ എണ്ണം റിലേറ്റീവ്ലി കൂടുതലാണ്. കാരണം 12 ലക്ഷം കാൻഡിഡേറ്റ്സ് ആണ് ഈ വർഷം ക്വാളിഫൈ ചെയ്തതെങ്കിൽ 11 ലക്ഷത്തി ചില്ലുവാനായിരുന്നു കഴിഞ്ഞ വർഷം ക്വാളിഫൈ ചെയ്ത്. അപ്പോൾ 1 ലക്ഷത്തി ചില്ലുവാനത്തിന്റെ കൂടുതലുണ്ടായി. പക്ഷേ അപ്പിയർ ചെയ്ത ആളുകളുടെ എണ്ണം 22 ലക്ഷമായിരുന്നു ഈ വർഷം. അല്ലെങ്കിൽ 22 ലക്ഷത്തി ചില്ലുവാനമായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം അത് 23 ലക്ഷത്തി ചില്ലുവാനമായിരുന്നു. 1 ലക്ഷം കുറഞ്ഞപ്പോഴും ക്വാളിഫൈ ചെയ്ത ആളുകളുടെ എണ്ണം 1 ലക്ഷം കൂടി എന്നുള്ളതാണ്. രസകരമായ ഒരു വസ്തുത എന്താണെന്നറിയോ? കേരളത്തിൽ ക്വാളിഫൈ ചെയ്ത ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഭയങ്കര രസകരമായ ഒരു മാറ്റം എനിക്ക് തോന്നി. കഴിഞ്ഞ വർഷം 86,000 ചില്ലുവാനം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് ക്വാളിഫൈ ചെയ്തതെങ്കിൽ ഈ വർഷം 73,000 ചില്ലുവാനാണ്. എന്ന് വെച്ചാൽ 13,000 കുട്ടികൾ കുറഞ്ഞു ക്വാളിഫൈ ചെയ്ത കൂട്ടത്തിൽ നിന്നുള്ളതാണ് വസ്തുത. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതും റാങ്കിനെ കാര്യമായിട്ട് ബാധിച്ചേക്കാം. എന്ന് വെച്ചാൽ അഖിലേന്ത്യാ തലത്തിൽ ഭയങ്കര ഡെവലപ്മെന്റ് മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടാവുമ്പോൾ നമ്മളുടെ അടുത്ത് കുറച്ച് എണ്ണം കുറയുന്ന ഒരു അവസ്ഥയും കേരള റാങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. നമുക്കിതൊന്ന് വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, പൊതുവെ കേരളത്തിൽ റാങ്ക് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ടീം എന്ന നിലക്ക് പല ബ്രില്യന്റിലെ കുട്ടികളുടെ ഒരു നമ്പർ അപ്പിയർ ചെയ്തതും അതിൽ ക്ലിയർ ചെയ്ത ആളുകളുടെയൊക്കെ എണ്ണം നോക്കുമ്പോൾ അത് പാലയാണ് നമുക്ക് മാനദണ്ഡമാക്കാൻ പറ്റുക. പാലയിലെ കേരളത്തിലുള്ള മൊത്തം നല്ല വിദ്യാർത്ഥികളെല്ലാം ഉരുണ്ടുകൂടി ചെല്ലുന്നത് അങ്ങോട്ടാണ് എന്നതുകൊണ്ടാണ് അതൊരു വലിയ ആനക്കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേസമയത്ത് കേരളത്തിലുള്ള മറ്റ് കോച്ചിങ് സെന്ററുകൾ എടുത്താൽ ഏറ്റവും പാലയിൽ നിന്ന് പോയി കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന തിരിവ് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ചരിത്രം സൃഷ്ടിക്കുന്നത്. കോഴിക്കോട് മലബാർ മേഖലയിലുള്ള ചില സ്ഥാപനങ്ങൾ വളരെ അതിഭീകരമായ ഡെവലപ്മെന്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത് എന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഈ റാങ്ക് കമ്പയർ ചെയ്യുമ്പോൾ പാലയുടെ ഒരു ഇമ്പാക്റ്റിനെ വെച്ചുകൊണ്ടാണ് വരാൻ സാധ്യത നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഒന്ന് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ വർഷം പാലയിൽ ആദ്യത്തെ 1000-നുള്ളിൽ വന്നിരിക്കുന്നത് 26 പേരാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട രസകരമായ കാര്യം, 2025 ഈ വർഷത്തെ കാര്യമാണ് പറഞ്ഞത്. 26 പേരാണ് ആദ്യത്തെ 1000-ലുള്ളത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ മൊത്തത്തിൽ 2024 വന്നത് 67 പേരാണ്. നോക്ക്, നിങ്ങൾ വ്യത്യാസം ഒന്നും നോക്കിയേ. 24 വന്നത്, കഴിഞ്ഞ വർഷം വന്നത് 67 പേരാണ് ആദ്യത്തെ 1000-നുള്ളിൽ വന്നത്. അതേ സമയത്ത് 2023 50 പേരാണ്. പിന്നെ 2022 ആകുമ്പോഴത്തേക്കും അതും 2022 50 പേര് തന്നെയാണ്. 2021 അത് 78 പേരായിരുന്നു. അപ്പൊ പാലയുടെ ടോട്ടൽ കേരളത്തിൽ വന്ന റാങ്കാണത്. ഇനി കഴിഞ്ഞ ഈ കൊല്ലത്തെ 26 പേരോട് നമ്മൾ മറ്റ് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിലെ ആളുകളെയും കൂടി നമ്മൾ മാക്സിമം 20 കൂട്ടിയാൽ പോലും 46 പേരെ ആവുന്നുള്ളൂ. എന്ന് വെച്ചാൽ 2022 50-ൽ നിന്ന് വീണ്ടും താഴോട്ട് എന്ത് ചെയ്യും? ഈ ആദ്യത്തെ 2021, 22, 23, 24, 25 മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും റാങ്ക് ആപേക്ഷികമായിട്ട് കുറഞ്ഞു വന്നത് 2022-ലാണ്. ആ 2022-നേക്കാളും വീണ്ടും താഴോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് വരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഒരു ആദ്യത്തെ 10,000, 15,000 വരെ ആയിരിക്കും ഈ കുറച്ചിൽ വരുന്നത്. പിന്നീട് 15,000 മുതൽ 25,000 വരെയുള്ള റാങ്കുകൾ ഒറ്റയടിക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കേരളത്തിൽ നിന്നുള്ളത് കൂടുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. നമുക്കതൊന്ന് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ആദ്യത്തെ 1000-ലാണ് ഞാൻ 25, 26 പാലയിൽ പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ 2000-ൽ ഈ വർഷം പാലയിൽ വന്നിരിക്കുന്നത് 87 പേരാണ്. 87 പേരാണ് വന്നത്. അത് 2024 178 പേരാണ്. അപ്പൊ ഈ 178 ഓൾ കേരള ലെവലിലാണ്. അതേ സമയത്ത് നമ്മൾ മറ്റ് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 100 വേണമെങ്കിൽ എന്ത് ചെയ്യാം, 87 എന്നുള്ളൊരു 100 110 ആവും. അപ്പോഴും 178-ൽ നിന്ന് ഭയങ്കര വ്യത്യാസമുണ്ട്. 23-ൽ അത് 149 ആയിരുന്നു കേരളത്തിൽ മൊത്തത്തിലുള്ളത്. 149-നോട്
149. അപ്പൊ 110 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി 2022 അത് 121 അപ്പോഴും ഒരു 10 കുറഞ്ഞാൽ 11 പേരുടെ കുറവ് നമുക്ക് കാണാൻ പറ്റും. ദെൻ അതോടൊപ്പം തന്നെ 154 2021 എന്ന് വെച്ചാൽ ഗണ്യമായി 2022 ഏറ്റവും കുറഞ്ഞ ആദ്യത്തെ 5 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ 2022 വർഷത്തിന്റെ റാങ്ക് വെച്ച് നോക്കുമ്പോൾ വീണ്ടും കുറയാനാണ് സാധ്യത. ഇനി ആദ്യത്തെ 3000 151 പാലയിൽ നിലവിലുള്ളത്. നമുക്ക് കുറച്ചുകൂടി അങ്ങ് കൂട്ടി ഒരു 160 70 ഒക്കെ ആക്കിയാൽ പോലും 24 അത് 278. ശ്രദ്ധിക്കണേ, 24 278, 23 അത് 229. ദെൻ 2022 നമ്മൾ ഒരു കമ്പയർ ചെയ്യാനുള്ള ഒരു മാനദണ്ഡമാക്കി വെക്കുന്ന വർഷമുള്ള 2022 അത് 194. ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷെ ഒരു 170 180 അടുത്തേക്ക് പോയേക്കാം മാക്സിമം. അപ്പോഴും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ദെൻ 2021 അത് 230. ആദ്യത്തെ 3000 റാങ്കാണ് ഞാൻ ഈ പറയുന്നത്. ദെൻ ആദ്യത്തെ 5000 വരുമ്പോൾ ഇപ്പൊ നിലവിൽ പാല ബ്രില്യന്റിലുള്ളത് 280. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിൽ ഈ പറഞ്ഞ ട്രെൻഡ് നിശ്ചയിക്കുന്ന സത്യത്തിൽ പാല തന്നെയാണ് ഒരു അർത്ഥത്തിൽ. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കൂടി വരുന്നുണ്ട്, then അതോടൊപ്പം ചേരുന്നുണ്ട്. അതിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങളും വേറെ ഉണ്ട് കേട്ടോ. then അങ്ങനെ അടുത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ പാലയിലാണ് പോകുന്നത് എന്നതുകൊണ്ടായിരിക്കാം അത്. എന്തായാലും ആദ്യത്തെ 5000 280 കുട്ടികളാണ് ഈ വർഷം പാലയിൽ വന്നിരിക്കുന്നത്. ആദ്യത്തെ 5000 280 കുട്ടികൾ. നോക്ക്, 2024 അത് 469. എന്ന് വെച്ചാൽ പകുതിയിലധികം കുട്ടികളും പാലയിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ ഒരു 300 310 നമുക്ക് കണക്കാക്കാം. ദെൻ 23 അത് 418, 22 362. അപ്പൊ ഈ വർഷം നമ്മളൊരു 300 310 ആയിരിക്കും കടക്കുക ഓൾ കേരള ലെവലിൽ. 2021 അത് 391. ആദ്യത്തെ 10000 620 പേരാണ് പാലിൽ ഇപ്പൊ നിലവിലുള്ളതെങ്കിൽ 2024 അത് 996, 996. വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ദെൻ അത് ആ 620 എന്ന് വെച്ചാൽ പകുതി കുട്ടികളിലധികവും പാലയിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ അത് 620 എന്നുള്ളത് ഒരു 700 ആയാൽ പോലും നമ്മൾ ഈ പറഞ്ഞ ലെവലിലേക്ക് എത്തില്ല. 23 864, 22 722. അപ്പോൾ ഒരു 700 വരെയൊക്കെ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ദെൻ 2021 778. അപ്പൊ 2022 എന്ന മാനദണ്ഡം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ താഴെയിട്ട് പോകാനാണ് സാധ്യത. ആദ്യത്തെ 15000 കണക്ക് പാല ബ്രില്യന്റ് പുറത്ത് വിട്ടിട്ടില്ല എങ്കിലും കേരളത്തിൽ 1507 പാലയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 1000 1200 വന്നേക്കാം. ദെൻ 2025 1200 എത്താൻ സാധ്യത വളരെ കുറവാണ്. 1000 വരാൻ സാധ്യതയുള്ളൂ 15000 കേട്ടോ. ദെൻ 2023 അത് 1275 കേരളത്തിലുള്ള മൊത്തം കുട്ടികളുടെ എണ്ണം വന്നത്. ആദ്യത്തെ ഓൾ ഇന്ത്യ റാങ്ക് 15000 വന്നത്. 2022 1065. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം അത് 15000 ഒരു 1000 അല്ലെങ്കിൽ 800 ഒക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ദെൻ 2022 1065 ആയിരുന്നെങ്കിൽ 2021 1128. ആദ്യത്തെ 20000 വന്നത് 2024. അതിൽ പാലയുടെ റാങ്ക് അവർ വിട്ടിട്ടില്ല. 2024 2003 എന്ന് പറയുമ്പോൾ മിക്കവാറും ഈ വർഷം അത് ഒരു 1300 ഒക്കെ കടക്കാനാണ് വരാനാണ് സാധ്യത. ദെൻ 2023 വന്നത് 1649, 2022 1440, 2021 1500. അപ്പൊ ഇതിൽ 2022 റാങ്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 1200 1300 ഈ വർഷം വരാൻ സാധ്യത എന്നാണ് പറയുന്നത്. പക്ഷേ രസകരമായ വസ്തുത, ഈ 15000 കഴിഞ്ഞതിന് ശേഷമുള്ള റാങ്കിൽ ഗണ്യമായ മാറ്റങ്ങൾ കഴിഞ്ഞ വർഷത്തിന്റെ അടുത്തൊക്കെ തന്നെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തെ 25000 പാല അപ്രോക്സിമേറ്റ് കണക്കാക്കുന്നത് 1800 25000. ദെൻ അത് 2024 കറക്റ്റ് കേരളത്തിലെ മൊത്തം റാങ്ക് വന്നത് 25000 2512, 23 2076, 23 2076. ദെൻ അതുപോലെ തന്നെ 22 ഏറ്റവും കുറഞ്ഞ വർഷമായിട്ട് ഈ 5 വന്നത് 1824, 2021 1908. അപ്പൊ ഈ വർഷം മിക്കവാറും ഒരു 1700 തന്നെ ഏകദേശം വന്ന് നിൽക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഈ ഒരു റാങ്ക് വെച്ചിട്ട് കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾ ഇന്ത്യയിൽ ഈ വർഷം കഴിഞ്ഞ വർഷം 2024 ലാസ്റ്റ് റാങ്ക് വന്നത് 24800 ചില്ലുവാനമാണ്. അത് സ്ട്രേ വേക്കൻസിയിലേക്ക് വന്നപ്പോൾ 25200
മാറി. അതുപോലെ അത് OBC കാൻഡിഡേറ്റ്സ് ജനറൽ മെറിറ്റിൽ വന്നപ്പോൾ 25,150 വന്നത്. ദെൻ ഈ ഒരു എല്ലാ വർഷത്തെയും പൊതുവായ പ്രവണത വെച്ച് നോക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു 15 കോളേജുകൾ കൂടുകയും ഭാഗികമായിട്ട് കുറച്ച് കോളേജുകളിൽ, നിലവിലുള്ള കോളേജുകളിൽ സീറ്റ് റിലേറ്റീവായിട്ട് കുറച്ചൊക്കെ കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ 1000, 1200 റാങ്കുകളുടെ വ്യത്യാസം പൊതുവെ വരാറുണ്ട്. അങ്ങനെ വന്നാൽ 24,950 അല്ലെങ്കിൽ 980 അല്ലെങ്കിൽ 800 എന്നുള്ളത്, 24,800 എന്നുള്ളത് ഈ വർഷം അത് 26,000 മാറിയേക്കാം, 26,200 മാറാം. ഇനി കോളേജുകളുടെ എണ്ണം ഒരു 30 മേലേക്ക് പോവുകയാണെങ്കിൽ ഒരു 2000 റാങ്കുകളുടെ ഡിഫറൻസ് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 24,820 എന്നുള്ളത് ഒരു 26,850, 27,000 വരെയും ഓൾ ഇന്ത്യ വരിക. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്ന ഈ പ്രാവശ്യത്തെ റാങ്ക് കേരളത്തിൽ ഭയങ്കര വ്യത്യാസം വരും എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 25,000-നുള്ളിൽ പാലയിലെ മാത്രം 1,800 പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഒരു മറ്റ് സ്ഥാപനങ്ങളുടെ കൂടി കൂട്ടിയിട്ട് ഒരു 22,500 വരാം എന്നൊക്കെയാണ് പറയുന്നത്. അത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 1,800, 1,500 വരാൻ സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തില് OBC കാൻഡിഡേറ്റ്സിന് നല്ല കോളേജുകൾ കിട്ടും. ദെൻ അതുപോലെ ജനറൽ മെറിറ്റ് കാൻഡിഡേറ്റ്സിന് ഒരു 1,100 വരെ, അവർക്ക് 1,000 ചില്ലോനം വരെ പോകാൻ സാധ്യതയുള്ളൂ. വല്ലാതെ കൂടാൻ സാധ്യത ഒരു 950-നും 1000-നും ഇടയിലായിരിക്കും വരിക. ഒരു 3,800 EWSന് വരും. ഈഴവക്കൊരു 1,000, 2,000 കടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു അവസാനത്തെ 3 കോളേജുകളിൽ അവിടെ വെച്ചിട്ട് ഒരു കോഴിക്കോട്, ട്രിവാൻഡ്രം, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, പിന്നെ പരിയാരം, കൊച്ചി, ദെൻ പിന്നെ വരുന്നത് കളമശ്ശേരി ആണ്, കൊച്ചി കളമശ്ശേരി കോളേജ്, ദെൻ മലപ്പുറം, മറ്റൊന്ന് കൊല്ലം. ഈ കോളേജുകൾ കൊടുത്തിട്ട് ബാക്കിയുള്ളത് പെൻഡിങ്ങിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ ലെവലിലുള്ള കോളേജുകൾ ഈ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാം. അങ്ങനെ വന്നാൽ നല്ല കോളേജുകൾ ഓൾ ഇന്ത്യയിൽ കിട്ടാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓൾ ഇന്ത്യ കോട്ട റാങ്ക് ഒരു 25,000, 27,000 വരുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഓൾ ഇന്ത്യ ഫോക്കസ് ചെയ്ത് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും റാങ്കിന്റെ കാര്യത്തിൽ റാങ്കിങ് വരുമ്പോൾ ഒരു 11,000, 12,000, 13,000 വരുന്ന കുട്ടികൾക്ക് കേരളത്തിൽ സീറ്റ് കിട്ടും, ഉറപ്പാണ്. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ നല്ല സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ദെൻ അത് കമ്പയർ ചെയ്യാം. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ 12,000 ഒക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ഏകദേശം ഒരു കൊല്ലം, പരിയാരം, കൊച്ചി, മഞ്ചേരി പോലുള്ള കോളേജുകളൊക്കെ കിട്ടും. ദെൻ ആലപ്പുഴയും തൃശ്ശൂരും വരെയൊക്കെ കയറാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് റിസർവേഷൻ കാൻഡിഡേറ്റ്സിന്. എങ്കിൽ അത് കൊടുത്താൽ പോരെ, പുറത്തേക്ക് പോകേണ്ടതുണ്ടോ എന്നൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാവും. അതേസമയത്ത് ഒരു 16,000 കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയാൽ ഒരു 24,000 വരെ ഉള്ളത് ബോർഡർ ലൈൻ ബ്രിമ്മിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാൻഡിഡേറ്റ്സിന് സൗത്ത് ഇന്ത്യയിലെ അത്യാവശ്യം മോശമല്ലാത്തൊരു കോളേജുകളിൽ കിട്ടാൻ സാധ്യത. ഈ സാധ്യത മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാങ്കേതികമായ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ഈ പറയുന്നത് ഒരു കമ്പാരിസൺ മാത്രമാണ്. ഇത് തന്നെയാണ് സംഭവിക്കാന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പാലയുടെ ഒരു റാങ്ക് ട്രെൻഡ് മേക്കർ ആണ് എന്നതുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കമ്പാരിസൺ നടത്തി എന്നേ ഉള്ളൂ. ഇനി നമുക്ക് 2022 റാങ്കും 25 റാങ്കും ഒന്നും നമുക്ക് വരാൻ പോകുന്ന ഒരു സാധ്യത പാലയുടേത് വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ 2022 112ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ വന്നപ്പോ 5 റാങ്കായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവസാനം 112ാമത്തെ ആള് 5ാം റാങ്കുകാരനായിരുന്നു. 109 ഈ പ്രാവശ്യം വന്നത് ഒന്നാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, 112 5 പേര് വന്നപ്പോൾ 109 കേരളത്തിൽ കേരള ഫസ്റ്റ് റാങ്ക് പാലയിൽ നിന്നാണ്. 109ാമത്തെ റാങ്കുകാരി ഓൾ ഇന്ത്യയിൽ 1ാം റാങ്കായിട്ടാണ് വന്നത്. ഇനി 280 അത് മാറാൻ സാധ്യതയില്ലല്ലോ, ഉറപ്പല്ലേ. 289 കഴിഞ്ഞ കൊല്ലം 289ാമത്തെ റാങ്കുകാരൻ ഓൾ ഇന്ത്യ റാങ്കുകാരൻ കേരളത്തിൽ 16ാം റാങ്കുകാരനായിരുന്നു. അത് എല്ലാ സെന്ററും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ദെൻ ഈ പ്രാവശ്യം 290 പാലയിൽ 5ാമത്തെ റാങ്കാണ്. 6ാമത്തെ റാങ്കുകാരൻ വരുന്നുണ്ട് കേരളത്തിൽ നിന്ന്, മറ്റ് സ്ഥാപനത്തിൽ നിന്നാണ് വരുന്നത്. ദെൻ അപ്പൊ ആദ്യത്തെ ഈ റാങ്കിന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. 290, 5. അപ്പൊ വ്യത്യാസം നോക്കിയാൽ നിങ്ങൾ 10 പേരുടെ വ്യത്യാസമാണ് വന്നത്. ദെൻ 516, 500-നിടയിൽ 26 റാങ്കാണ് ഓൾ ഇന്ത്യയിൽ 2022 വന്നതെങ്കിൽ 494ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ റാങ്കുകാരൻ 11ാം റാങ്കാണ് പാലയിൽ. അതിൽ 1-2 റാങ്കുകളുടെ വ്യത്യാസം കൂടി വന്നാൽ ഒരു 15 റാങ്ക് വരെയൊക്കെ പോകും.
അല്ലേ? അപ്പൊ നിങ്ങൾ നോക്ക് 10 റാങ്കുകളുടെ വ്യത്യാസം അപ്പൊ വന്നു. 2022 1007 50 പേരായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്. 1007 കേരളത്തിൽ നിന്ന് 50 റാങ്കാണ് ഉണ്ടായിരുന്നത്. അത് 2025 നമ്മൾ ഈ വർഷത്തെ 1000ാമത്തെ റാങ്ക് 26 പാലയിൽ 26. അപ്പൊ നമുക്കൊരു 10 കൂടി കൂട്ടി ഒരു 36 റാങ്ക്. 36 നോക്കുമ്പോൾ 15 റാങ്കിന്റെ വ്യത്യാസം, 14 റാങ്കിന്റെ വ്യത്യാസം ഈ 2022ഉം 2025ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ദെൻ 2024 റാങ്കുകാരൻ, ഓൾ ഇന്ത്യയിലെ 2024 റാങ്കുകാരൻ കേരളത്തിലെ 121ാമത്തെ റാങ്കായിരുന്നു. ദെൻ 2000 പാല ബ്രില്യന്റിലുള്ളത് ശ്രദ്ധിക്കണം, 2000ന്റെ ഉള്ളിൽ പാല ബ്രില്യന്റിലുള്ളത് 87 പേരാണ്. നമുക്കതൊരു 100 പേരാകും എന്ന് കണക്കാക്കാം. അപ്പോഴും 21 റാങ്കുകളുടെ വ്യത്യാസം വന്നു. 3000 റാങ്കിൽ 194ആയിരുന്നു. ഓൾ ഇന്ത്യ 3000 വന്നപ്പോൾ കേരളത്തിന്റെ റാങ്ക് അത് 194ആയിരുന്നു. 3000 പാല ബ്രില്യനിൽ 151 വന്നത്. അപ്പൊ ചെറിയ വ്യത്യാസം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. 170 വരെ അത് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലെ 3000 റാങ്ക്, 3000-നുള്ളിൽ കേരള റാങ്ക് വരാം 170 വരെയാണെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ വന്നേക്കാം. ഓൾ ഇന്ത്യ റാങ്ക് 2022 4004 ഓൾ ഇന്ത്യ റാങ്കുകാരന്റെ കേരള റാങ്ക് 277 ആയിരുന്നു. 277. 4000-നുള്ളിൽ പാല ബ്രില്യന്റിൽ 215 പേരാണ്. 215 നോക്ക്, 277 ആയിരുന്നു 4000-നുള്ളിൽ ഓൾ ഇന്ത്യ റാങ്ക്. 4004 വന്ന് കേരള റാങ്ക് 277. കേരള റാങ്ക് എന്ന് പറയുമ്പോൾ എല്ലാ സെന്ററും കൂടി കൂട്ടിയാട്ടെ ഈ പറയുന്നത്. 4000 പാല ബ്രില്യന്റ് മാത്രം 215 ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ട്രെൻഡ് സെറ്റർമാരാണ് ഇവര്. ദെൻ അത് നമ്മൾ 4000 230 വരുമെന്ന് പ്രതീക്ഷിക്കാം. 230 കേരള റാങ്ക് വന്നേക്കാം. അപ്പൊ 4000-നുള്ളിൽ 230-നുള്ളിൽ. അപ്പൊ ഓൾ ഇന്ത്യ റാങ്ക് 4000 വരുമ്പോൾ 230 റാങ്കാണ് ഉണ്ടാവുക കേട്ടോ കേരളത്തിൽ. അപ്പൊ 4005 4010 ചിലപ്പോൾ 230, 231, 235 റാങ്കിലൊക്കെ വന്ന് നിൽക്കാൻ സാധ്യത ഉണ്ട്. ഇനി നോക്കി നിങ്ങൾ 5000 വന്നത്, 5007 2022 362 റാങ്കുകാരാണ് കേരള. 5000 പാല ബ്രില്യന്റിൽ വന്നിരിക്കുന്നത് 280 റാങ്കുകാരാണ്. 280 പേരാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് അപ്പൊ ചെറിയ 80 പേരാണ് ബാക്കിയൊക്കെ എവിടെ പോകുന്നത്, മറ്റ് സെന്ററുകളിലേക്ക് പോകുന്നത്. ദെൻ 280 ഈ പ്രാവശ്യം നമുക്കൊരു 300 310 കടക്കും എന്ന് വിചാരിക്കാം. 310 വന്ന് നിന്നേക്കാം. 5000-നുള്ളിൽ റാങ്കുകാരന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അവർക്കൊക്കെ എന്തായാലും തൃശ്ശൂരും കോഴിക്കോട് എന്തായാലും കയറും. OBC മെറിറ്റ് ആണെങ്കിൽ. ദെൻ കോഴിക്കോട് കയറും, ട്രിവാൻഡ്രം കയറും, ദെൻ തൃശ്ശൂരും കോട്ടയവും കയറും. ദെൻ പിന്നെ വരുന്നത് ഒരു 10,000-നുള്ളിൽ 620 ആണ്. അത് കഴിഞ്ഞ കൊല്ലം. ഈ പ്രാവശ്യത്തെ 10,000-ൽ പാല ബ്രില്യന്റിൽ വന്നിരിക്കുന്നത് 620 പേരാ. അത് 700 പേരാവാം. പക്ഷേ 2022 10,013 722 വന്നിരിക്കുന്നത്. അപ്പൊ ഒരു 22-25 റാങ്കുകളുടെ വ്യത്യാസം വന്നിട്ട് ഈ പ്രാവശ്യം പാലയിലെ 620 എന്നുള്ളത് 607 50 ഒക്കെ വന്നേക്കാം. അപ്പൊ ഏകദേശം നല്ല വ്യത്യാസമാണ്. ഒന്നുകൂടി 10,013 2022 കേരള റാങ്ക് എല്ലാ സെന്ററുകളും കൂട്ടി 722 ആയിരുന്നു. പാലയിൽ മാത്രം ഈ പ്രാവശ്യം 2025 10,000 റാങ്കുകാരൻ വന്നിരിക്കുന്ന 10,000-നുള്ളിൽ 620 പേരാണ്. ആ 620 ഈ പ്രാവശ്യം ഒരു പക്ഷേ 670 680 ഒക്കെ ആയേക്കാം. അപ്പോഴും ഏകദേശം 10-40 റാങ്കിന്റെ വ്യത്യാസം വന്നു. ഈ 670 650-നുള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും തൃശ്ശൂര്, പിന്നെ ആലപ്പുഴയിലേക്ക് കിടക്കുമ്പോൾ OBC കാൻഡിഡേറ്റ് 1000 ചില്ലുവാനം നമ്പറിലേക്ക് കിടക്കും. 1100, അത് 1200 1250 ഒക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള സീറ്റുകൾ 10,000-ന്റെ, അപ്പൊ 15,000-ൽ 22 വന്നിരിക്കുന്നത് 2022 1065 പേരാണ്. ആ 1065 നമ്മളൊരു റാങ്കിന്റെ ഡിഫറൻസ് നോക്കുമ്പോൾ മിക്കവാറും വരാൻ സാധ്യത ഒരു 700 750 ആയിരിക്കും വരാൻ സാധ്യത. 15,000-ന്റെ ഉള്ളിൽ കേട്ടോ. 750 ഒരു 800 വരെ പോയേക്കാം. 2005 20,005 റാങ്കുകാരൻ ഓൾ ഇന്ത്യ ലെവലിൽ 2022 വന്നത് 1440 ആണ്. ഈ പ്രാവശ്യം അത് ഒരു 1100 1000-ന്റെ അടുത്തേക്കായിരിക്കും മിക്കവാറും പോവുക. അപ്പൊ നിങ്ങൾ നോക്കി 20,000-നുള്ളിൽ റാങ്ക് വന്ന ആള് അഖിലേന്ത്യാ തലത്തില് നേക്കാൾ മെച്ചപ്പെട്ട കോളേജ് കേരളത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോളേജ് കിട്ടാൻ സാധ്യത ഉണ്ട്. ദെൻ 25,000 ഈ പ്രാവശ്യം വന്നത് ശ്രദ്ധിക്കണേ. 25,000 ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് 1,800 ആണ്. 1,800 പേരുണ്ടെന്നാണ് അപ്രോക്സിമേറ്റ് പാല ബ്രില്യന്റ് പറയുന്നത്. ദെൻ അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരു 1,700 1,650 ഒക്കെ ആയിരിക്കും വരിക. അതേ സമയത്ത് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 1,850 വരെ വന്നത്. 2022 അത് എത്രയായിരുന്നു? 1,824
അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, 15,000 മുതൽ ഇങ്ങോട്ട് റാങ്ക് ഇങ്ങനെ കൂടി കൂടി കേരളത്തിന്റെ വന്നിട്ട് 1825 2000 വരെയൊക്കെ 25,000-നുള്ളിൽ വരും. ദെൻ ഈ പ്രാവശ്യവും അതേപോലെ തന്നെ 1800 1850 ഒരു ആ ഒരു ലെവലിലായിരിക്കും 25,000 റാങ്കിൽ വരെ. ഈ റാങ്ക് വ്യത്യാസം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു പ്രിഫറൻസ് ലിസ്റ്റ്, നേരത്തെ തന്നെ പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക കോളേജുകളിലെ. ദെൻ എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം ഓൾ ഇന്ത്യക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. കൺവെയൻസും പ്രോക്സിമിറ്റിയും യാത്രകളും കോളേജുകളും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് കോളേജിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഒരു പ്രാമുഖ്യം കൊടുത്തു കഴിഞ്ഞാൽ നല്ല കോളേജ് കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് കുട്ടികൾക്ക് കേരളത്തിനുള്ളിൽ ലാസ്റ്റ് ആണെങ്കിലും ഒരു കിട്ടാനുള്ള സാധ്യത നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഓൾ ഇന്ത്യയിൽ നമുക്ക് ഭയങ്കര തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. എങ്കിൽ പോലും കേരളത്തിലെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടട്ടെ എന്ന അർത്ഥത്തിൽ പുറത്തു പോകാൻ താല്പര്യമുള്ള ആളുകൾ പുറത്ത് പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഏതായാലും നല്ല കോളേജ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.